നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എന്തായാലും എനിക്ക് നിങ്ങളുടെ അടുത്ത് ഓരോരുത്തരുടെ അടുത്തും പേഴ്സണലായിട്ട് ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി പറയണം കേട്ടോ. എന്തിനാണെന്നറിയോ? ഇടയിൽ ഞാൻ ഓരോ ദിവസങ്ങൾ വീഡിയോ ഇടാതെ സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട് അല്ലേ? സ്കിപ്പ് ചെയ്ത് പോകുന്നത് ചിലപ്പോൾ എന്തെങ്കിലും പേഴ്സണൽ അത്യാവശ്യം വരുന്നത് കൊണ്ടായിരിക്കുവേ. കാരണം ഇൻലോസ് കൂടെയുണ്ട്, അമ്മ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കൊണ്ട് ഹോസ്പിറ്റലിൽ അവിടെ ഇവിടെ കടയിൽ പോകണമെങ്കിൽ ഞാൻ തന്നെ പോകണം. മോളുടെ എക്സാം നടക്കുന്നു. അപ്പോൾ കുഞ്ഞിനെ പഠിപ്പിക്കാൻ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഹെൽപ്പ് വേണ്ട ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ കൂടെ ഇരിക്കണം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ്, ഇപ്പോൾ ഓവർ സ്ട്രെയിൻ ചെയ്യണ്ട വിചാരിച്ചിട്ടാണ് ഇടയ്ക്ക് 1-2 ദിവസമൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്നത് കേട്ടോ. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ലൈവും വരാൻ സാധിക്കാത്തത്. എനിക്കറിയാം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടതെന്നുള്ളത്. ചില സമയത്ത് ഹെൽപ്ലെസ് ആയി പോകുന്നു. ഓക്കെ, പക്ഷെ ആ വീഡിയോ വരാത്ത ദിവസങ്ങളിൽ എനിക്ക് എൻ്റെ ഫോണിലായാലും കമൻസിലായാലും നിങ്ങൾ അയക്കുന്ന എൻക്വയറീസ് ഉണ്ട്. എന്താ ചേച്ചിക്ക് പറ്റിയത്, സുഖമില്ലേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ച ആ ഒരു അന്വേഷണം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം, മനസ്സ് നിറഞ്ഞ് വരുന്നൊരു സന്തോഷമാണ് കേട്ടോ. നമ്മളെ മിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നറിയുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമല്ലേ. അതുപോലെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇതേ സ്നേഹം എന്നും തുടർന്നും എനിക്ക് തരിക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരുപാട് പേരുടെ കണ്ടിന്യൂസ് ആയിട്ട് റിക്വസ്റ്റ് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് അത് നോക്കാമെന്ന് വിചാരിച്ചു. ഈ ടോപ്പിക് ഞാൻ നോക്കിയിട്ടേ ഇല്ല. അതായത് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്ന്. സോൾമേറ്റ് ആയിരിക്കാം, ട്വിൻ ഫ്ലെയിം ആയിരിക്കാം, കാർമിക് ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഒന്നുകിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റീഡിംഗ് എടുത്തപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതൊരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ആണ്, ഒരു സോൾ ടൈ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. ഓക്കെ, ചിലപ്പോൾ റീഡിംഗ് ഒന്നും നിങ്ങൾ എടുത്തു കാണില്ല, പക്ഷെ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും ഇവർ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന്. അങ്ങനെയുള്ളവർക്കും ഇത് കാണാം. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് അങ്ങനെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ നിമിഷം നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യൂഷ്വലി ട്വിൻ ഫ്ലെയിംസ്, സോൾമേറ്റ്സ് ഒക്കെ ആവുമ്പോൾ എസ്പെഷ്യലി ട്വിൻ ഫ്ലെയിമിൻ്റെ ജേർണി വന്നിട്ട് വളരെ പെയിൻഫുൾ ആയിട്ടൊരു ജേർണിയാണ്. ഓക്കെ, അവിടെ സെപ്പറേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ ലോങ് ആയിട്ടുള്ള ഒരു ഹീലിംഗ് പ്രോസസ്സ് ഒക്കെ കഴിയുമ്പോഴാണ് ട്വിൻ ഫ്ലെയിംസ് ഒന്നിച്ച് വരുന്നത്. ചിലപ്പോൾ ജന്മങ്ങൾ തന്നെ എടുത്തു എന്ന് വരാം. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഒരു ടെമ്പററി സെപ്പറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഡിഫറെൻറ്റ് പാർട്ട്നേഴ്സ് ഉള്ള വ്യക്തികളായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് ഉള്ള അതേ ഫീലിംഗ് ആണോ അവർ നിങ്ങൾക്കായിട്ട് ഫീൽ ചെയ്യുന്നത്, അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഡീപ്പ് ഡൗൺ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ, നിങ്ങൾ ഒരു ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷനിൽ ഉള്ളവരാണെങ്കിൽ എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ടുകളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, കാരണം ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്ട് ചെയ്തോളൂ, ചെയ്തു തരുന്നതാണ്. ഓക്കെ, പോകാം റീഡിങ്ങിലേക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ ഒരു പേഴ്സൺ ഉണ്ട്. അവർ ആ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിൻ്റെ ട്വിൻ ഫ്ലെയിം, സോൾമേറ്റ്, അതുപോലെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ആളാണ് എന്ന് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്, അവർക്ക് അറിയുകയും ചെയ്യാം. ഈ രണ്ട് കേസിലും എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഡീപ്പ് ഡൗൺ ഫീലിങ്സ്, ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്, അവരുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും ആഴത്തിൽ നിന്നുള്ള ഫീലിങ്സ്, വികാരങ്ങൾ എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്നൊന്ന് പറഞ്ഞു തരാമോ? അവർ ട്വിൻ ഫ്ലെയിം, സോൾമേറ്റ് ജേർണിയിൽ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ജേർണിയിലുള്ളവരാണ് എന്നവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഡീപ്പ് ഡൗൺ ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. കിങ് ഓഫ് വാൻസ് താഴെ വീണു തനിയെ കേട്ടോ. പേജ് ഓഫ് കപ്സ്, ഗുഡ്. 10 ഓഫ് പെൻഡക്കിൾസ്,
Knight of Cups, Wheel, Queen of Pentacles, Lovers, good. King of Cups, very good. Six of Wands, Chariot. എപ്പോഴും ഞാൻ പറയാറില്ലേ, ഫീലിങ്സ് ഒക്കെ എപ്പോഴും നല്ലത് തന്നെയാണ് വരിക. കിങ് ഓഫ് പെൻഡക്കിൾസ്, എംപ്രസ്, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് സ്ട്രെങ്ത്. ക്ലാരിഫൈ ടെൻ ഓഫ് പെൻഡക്കിൾസ്, ക്ലാരിഫൈ ടെൻ ഓഫ് പെൻഡക്കിൾസ്, ക്ലാരിഫൈ ടെൻ ഓഫ് പെൻഡക്കിൾസ്, ത്രീ ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സോൾ ടൈ കണക്ഷനിലൊക്കെ ഉള്ളവരാണെങ്കിലും ചിലർക്കെങ്കിലും ഒരു ഫാമിലിയുടെ പ്രസൻസ് അവിടെ കാണുന്നുണ്ട് കേട്ടോ. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവരുണ്ട് അവിടെ. അത് മിക്കവാറും ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു സെപ്പറേഷനിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, എന്ത് തന്നെ ആയാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി ഒരുപാട് അട്രാക്റ്റഡ് ആണ്, അവർക്ക് ഒരുപാട് സ്നേഹമാണ്. നിങ്ങളുടെ പെരുമാറ്റം, സംസാരം, അതേപോലെ കാഴ്ചയിൽ നിങ്ങൾ എങ്ങനെയാണോ അത്, നിങ്ങളുടെ കാര്യപ്രാപ്തി, ഇതെല്ലാം തന്നെ അവർക്ക് സ്നേഹവും ബഹുമാനവും ആദരവും ഉണ്ടാക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് കാണുന്നു കേട്ടോ. പേജ് ഓഫ് കപ്സ് വെച്ച് എന്ന് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ആക്റ്റീവ് ആണെങ്കിൽ അതെല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും പറയുന്നു കേട്ടോ. ചിലർക്കെങ്കിലും ഒരു ഫാമിലിയുടെ പ്രസൻസ്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഉള്ളതായിട്ട് കാണുന്നു കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ് വെച്ച് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു. അതിന് മനസ്സുകൊണ്ട് അവർക്ക് ഒരു 100 വട്ടം നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നുണ്ടാവും. പക്ഷേ ഫാമിലിയാണ്, അതിനെ അങ്ങ് എടുത്തെറിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാൻ അവർക്ക് സാധിക്കില്ല അല്ലേ. അതിനെപ്പറ്റി അവർ വിഷമിക്കുന്നുണ്ട് എന്നും കാണുന്നു. എന്ത് തന്നെയായാലും സിറ്റുവേഷൻ എല്ലാം മാറി വരും. ഒരു ഗുഡ് ലക്ക് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരും. നിങ്ങൾ രണ്ടുപേരും എന്നും കണക്റ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നവർ കുറച്ച് വിശ്വസിക്കുന്നു കേട്ടോ. കിങ് ഓഫ് പെൻഡക്കിൾസും ക്വീൻ ഓഫ് പെൻഡക്കിൾസും രണ്ടും ഒരേ റീഡിങ്ങിൽ വന്നിരിക്കുന്നു നമുക്ക്. അപ്പം നിങ്ങളെ അവർ മനസ്സുകൊണ്ടെങ്കിലും ഒരു പാർട്ട്ണറായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളെ അവർ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരുടെ ലൈഫിലെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അവർ നിങ്ങളെ ആയിരിക്കും ആദ്യം ഓർക്കുക. മറ്റാരേക്കാളും അവരോടി എത്തുന്നത് നിങ്ങളുടെ അടുത്തേക്കായിരിക്കും. എസ്പെഷ്യലി ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ്, ഫൈനാൻസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ അവർ നിങ്ങളുടെ അടുത്തേക്കായിരിക്കും ഓടിയെത്തുന്നുണ്ടാവുക. ഓക്കെ, നിങ്ങൾ എന്തായാലും പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ കാർഡ് അവിടെ തന്നെ വന്നു. ലവേഴ്സിൻ്റെ നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്. നിങ്ങളെ കണ്ട മാത്രയിൽ അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് ചുമ്മാ തോന്നുന്ന ഒരു അട്രാക്ഷൻ അല്ല, ഇതിൻ്റെ വേര് ഒരുപാട് ജന്മങ്ങൾക്ക് പുറകെ ആണ്. അവിടെ നിന്നും മുതൽ നിങ്ങൾക്ക് തമ്മിൽ അറിയാമെന്ന് അവർക്ക് അന്ന് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പലർക്കും ഒരു ഫാമിലിയുടെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ആ സ്നേഹത്തിൻ്റെ തീവ്രത കുറച്ച് അവിടെ അങ്ങനെ ബാലൻസ് ചെയ്ത് പോവേണ്ടുന്ന ഒരവസ്ഥയിലാണ്. കാത്തിരിപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ റിലേഷനിലുള്ളതായിട്ട് കാണുന്നു. കാരണം പാരലലായിട്ട് മാത്രമേ നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഓപ്ഷൻ ഇപ്പം നിങ്ങൾക്കുള്ളൂ എന്നും കാണുന്നു കേട്ടോ. 6 ഓഫ് വോൺസ് വെച്ചിട്ട് ഇവർ ദിവസവും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് കാണുന്നു. ഡിവൈൻ ഇൻ്റർവെൻഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണം എന്നവർ വളരെയധികം പ്രാർത്ഥിക്കാറുണ്ട് എന്നും കാണുന്നു. നിങ്ങൾക്കായിട്ട് അവർ ഉറച്ച തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെ പല പല ഡിഫറൻസസ് ഉണ്ടായിരിക്കാം. പക്ഷെ അവരതൊന്നും വകവെച്ചിട്ടല്ല ഇരിക്കുന്നത്. നിങ്ങൾക്കായൊരു ഉറച്ച തീരുമാനം എടുക്കണം. ദൂരദേശത്താണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം എത്തണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു എംപ്രസ് സാന്നിധ്യമാണ്, ആണായാലും പെണ്ണായാലും. ഓക്കെ, അവർ കരുതുന്നത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ സ്നേഹം, ആ കരുതൽ, വേറെന്താണ്, ഒരമ്മ കുഞ്ഞിനെ നോക്കും പോലെയാണ് നിങ്ങൾ അവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കാണാനും അവർക്ക് വലിയ ഇഷ്ടമാണ്. ഓക്കെ, അട്രാക്ഷനും ലവും എല്ലാം തന്നെ ഉണ്ട്. ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ആണ് അവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ അവരെ വിട്ടുപോകുന്ന കാര്യമൊന്നും അവർക്ക് ഓർക്കാൻ പോലും സാധിക്കില്ല എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. സ്ട്രെങ്ത് വെച്ചിട്ട് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള അവിടെ
സ്ലോ ആയിട്ട് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ അല്ലേ? പല പല കൺസിഡറേഷൻസ് അവർക്കുണ്ട്. അതിനെപ്പറ്റിയും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കുറച്ച് കാർഡ്സ് കൂടി തരൂ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഹോണസ്റ്റ് ട്രൂ ഡീപ് ഡൗൺ ഫീലിങ്സിൽ എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്? ഇവർ ഒരു ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ജേർണിയിലുള്ള വ്യക്തികളാണ്. കുറച്ച് കാർഡ്സ് തരൂ പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. എയ്റ്റ് ഓഫ് വാൻസ്, ഒരു സ്പീഡി കമ്മ്യൂണിക്കേഷൻ. കാര്യങ്ങൾ സ്ലോ ഡൗൺ ആണ് നിങ്ങളുടെ ഇടയിലെങ്കിൽ ആ ഒരു സ്ലോനെസ് മാറിയിട്ട് ആ ഒരു എന്താ പറയുക, മുന്നോട്ട് പോകാതെ കാര്യങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് മുന്നോട്ട് നീക്കി ഒരു തീരുമാനം നിങ്ങളുടെ കാര്യത്തിൽ എടുക്കണം. നിങ്ങൾക്കായിട്ടൊരു സ്പീഡി കമ്മ്യൂണിക്കേഷൻ തരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്പീഡി ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി തരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി വെയിറ്റ് ചെയ്തിരുന്നത് മതി, ഇനി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. 9 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. അവരുടെ ലൈഫിൽ അങ്ങനെ ഭയങ്കരമായ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ബാക്കിയെല്ലാം കൊണ്ട് അവർ ഹാപ്പിയാണ്. പക്ഷേ നിങ്ങളില്ലാത്തതിൻ്റെ ഒരു കുറവ് എന്നും അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അവരുടെ ഫീലിങ്സിൽ നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെയാണ് കാണുന്നത്. 4 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ വളരെയധികം മിസ് ചെയ്യുന്നു എന്നും അവർക്ക് തോന്നാറുണ്ട്. നിങ്ങൾ ദൂരെ ദേശത്താണ്, ലോങ് ഡിസ്റ്റൻസ് ചിലർക്കെങ്കിലും കണ്ടിരുന്നു. അവിടെ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്നും അവർ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾ നിങ്ങളെ തന്നെ ക്യാരി ചെയ്യുന്ന ആ രീതി, നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് റെസ്പെക്റ്റ്, അതെല്ലാം അവർക്ക് ബഹുമാനം ഉണ്ടാക്കുന്നു എന്നും പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്ന രീതി ആയിരിക്കാം, നിങ്ങൾ ഇരിക്കുന്ന രീതി, സംസാരിക്കുന്ന രീതി, ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്കുള്ള കഴിവ്, അതെല്ലാം അവരെ വളരെയധികം ആകർഷിക്കുന്നു കേട്ടോ. 2 ഓഫ് കപ്സ്, തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പരസ്പര സ്നേഹമാണ് എന്ന് തീർച്ചയായും അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ജസ്റ്റിസ്, ഇത് രണ്ട് രീതിയിൽ എടുക്കാം. ഒന്നുകിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. കൺഫ്യൂഷൻസിൽ നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്നുണ്ട്. മറ്റു ചിലരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി അവരുടെ സ്പൗസാണ് എന്നുള്ള ഒരു സിറ്റുവേഷനിൽ സ്പൗസുമായിട്ട് ഒരു സെപ്പറേഷൻ കേസിനെ പറ്റിയിട്ട് അവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, സെപ്പറേറ്റഡ് ആവണം, എന്നിട്ട് നിങ്ങളുമായി ഒന്നിക്കണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലരുടെയെങ്കിലും ലൈഫിൽ ഒരു കേസ് നടക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഇരിക്കണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഒരു വളരെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് വെച്ച് വളരെയധികം ഇമോഷണലായിട്ട് അവർ ഫീൽ ചെയ്യാറുണ്ട്. ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടൊന്നും അല്ല അവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത് കേട്ടോ. വല്ലാതെ ഇമോഷൻസ് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്, സങ്കടം വരാറുണ്ട്. കാരണം ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ സാധിക്കുന്നില്ല, അതിൻ്റെ ഒരു സങ്കടമൊക്കെ അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. 9 ഓഫ് സോർട്സ് വെച്ച് ഉറക്കം വളരെ കുറവാണെന്ന് കാണുന്നു. അതേപോലെ കാരണം അവർ സ്റ്റക്കാണ്, ചില സിറ്റുവേഷൻസിൽ അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. അവിടെ ഒരു തേർഡ് പാർട്ടിയാണ്, ഫാമിലിയാണ്, അവിടെ സ്റ്റക്ക് തന്നെ ആണല്ലോ. അങ്ങനെ പല സിറ്റുവേഷൻസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ആ സിറ്റുവേഷൻസ് കാരണം ഇവർ ആകെ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടും ഉറക്കം തീരെ ഇല്ലാത്ത ഒരവസ്ഥയാണ്. എണീറ്റിരുന്ന് നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിക്കുന്ന ഒരവസ്ഥ അവിടെ ഉള്ളതായിട്ടും കാണുന്നുണ്ട്. വീണ്ടും സ്ട്രെസ്സിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഉറക്കമില്ലായ്മ, ഓവർ തിങ്കിങ്, ഇതെല്ലാം അവർ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒരു 2 കാർഡ് കൂടി എടുത്തിട്ട് നിർത്താം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് അവർക്കറിയാം. മുന്നിൽ ഒരുപാട് ഗർത്തങ്ങളുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നവർ ചിന്തിക്കുന്നത്. ഓക്കെ, പകുതിക്ക് ഉപേക്ഷിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടൊന്നും അല്ല അവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയത് കേട്ടോ. എന്തെങ്കിലും രീതിയിൽ അത് അവർക്കൊരു ഫാമിലി ഉണ്ട്, അത് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും
ആ ഫാമിലീനെയും നിങ്ങളെയും പാരലലായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് കാർഡ്, ഒരേ ഒരു കാർഡ് എടുക്കാം. ഏസ് ഓഫ് കപ്സ്. ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം? എത്രത്തോളം നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ? വളരെയധികം സ്നേഹമാണ് നിങ്ങളോട്. അല്ലെങ്കിൽ ഞാൻ പറയാറില്ലേ, ഫീലിങ്സ്, തോട്ട്സ്, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് വളരെ സ്വീറ്റ് ആയിട്ടുള്ള കാർഡ്സ് ആണ് കിട്ടാറ്, അല്ലേ? ഇതിപ്പോൾ ട്വിൻ ഫ്ലെയിംസും സോൾമേറ്റും ഒക്കെ ആവുമ്പോൾ പിന്നെ അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ, സ്നേഹം ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്കായിട്ട്. നിങ്ങൾ ഒരു ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷനിലൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ, പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടെങ്കിൽ ഇതായിരുന്നു അവരുടെ ഫീലിങ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ കുറേശ്ശെ പേഴ്സണലൈസ്ഡ് മെസ്സേജ്, ചാനൽ മെസ്സേജസ് ഉണ്ടല്ലോ, അതും കൂടെ എടുത്തു തരാം. ഞാൻ ആ ബാഗിൽ തന്നെ ഇട്ട് ഷഫിൾ ചെയ്തിട്ട് കുറച്ച് കാർഡ്സ് എടുക്കുകയുള്ളൂ കേട്ടോ, കാരണം എല്ലാം കൂടെ എടുത്തിട്ടിട്ട് അത്രയും സമയം വേസ്റ്റ് ചെയ്യേണ്ട വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഞാൻ നോക്കാതെ തന്നെയാണ് എടുക്കുന്നത്, കാരണം ഒരുപാട് കാർഡ്സിൻ്റെ ഓരോന്ന് തുറന്നു നോക്കി വായിച്ചെടുക്കാനൊന്നും എനിക്ക് സമയം ഉണ്ടാവില്ല. എൻ്റെ കയ്യിൽ കിട്ടുന്ന കുറച്ച് എടുത്ത് വായിക്കാം. ഓക്കെ, എൻ്റെ ഈ ഇത് മെസ്സേജസ് ഇട്ട് വെക്കുന്ന ബൗള് പൊട്ടിപ്പോയി, അപ്പം ഞാനിപ്പോൾ അതെല്ലാം കൂടി ഒരു ബാഗിനകത്താക്കി വെച്ചിരിക്കുക. സൗണ്ട് ഷഫിൾ ചെയ്യുന്നതിൻ്റെ ആണേ. പോരെ, ഐ ലവ് യു. അയ്യോ, നിങ്ങൾ കണ്ടു ഞാൻ എടുത്തിടുന്നതല്ലേ? ഞാൻ നോക്കിയിട്ടാണോ എടുത്തേ? അല്ലല്ലോ. ഐ ലവ് യു. 2 souls 1 heart with you, I choose love every single day. ടെമ്പറൻസിന്റെ എനർജിയാണ് അത് കേട്ടോ. ന്യൂ ബിഗിനിങ്സ്, പലർക്കും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു പുതിയ തുടക്കം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഐ എം ബോതേർഡ് അബൌട്ട് മൈ സോഷ്യൽ ഇമേജ്. അവരവരുടെ സോഷ്യൽ ഇമേജിനെ പറ്റിയിട്ട് കുറച്ച് കൂടുതലായി ചിന്തിക്കുന്നു. ട്വിൻ ഫ്ലെയിം സോൾമേറ്റ്, എന്താണ് നമ്മുടെ റീഡിങ് ഇന്നത്തെ? ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷനെ പറ്റിയിട്ട്. അതേ കാർഡ് വന്നത് കണ്ടോ? ഫോർ അവർ ലവ് ഐ ക്യാൻ വെയിറ്റ് ഫോർ എവർ. നിങ്ങൾക്ക് വേണ്ടി അവർ എത്ര കാലം വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. മൈ നൈറ്റ്സ് ആർ റെസ്റ്റ്ലെസ് വിത്ത് വറി. അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന്, അതും കണ്ടിരുന്നു അല്ലേ റീഡിങ്ങിൽ? ഐ തിങ്ക് ഓഫ് യു ആൻഡ് ഐ ഫീൽ ലോസ്റ്റ് ഇൻ ലൈഫ്. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഓടി വരുന്നത് ആരുടെ അടുത്തേക്കാ? നിങ്ങളുടെ അടുത്തേക്ക്. അത് ഞാൻ പറഞ്ഞിരുന്നു. യു ഇലിമിനേറ്റ് മൈ വേൾഡ്, ബി മൈ ലൈറ്റ് ഓൾവേസ്. നിങ്ങളാണ് അവർക്ക് വഴി കാട്ടി. ഓക്കെ, ആ വെളിച്ചമായിട്ട് എന്നും കൂടെ വേണമെന്ന് അവർ പറയുകയാണ്. യു ഹാവ് ചേഞ്ച്ഡ്, നിങ്ങളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ അവർക്ക് ഫീൽ ചെയ്യുന്നു. മാരി മീ, കല്യാണം കഴിക്കുന്നോ അവരെ? വാച്ചിങ് യു ഫ്രം എഫാർ, ദൂരെ നിന്നും നിങ്ങളുടെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്പേഴ്സ് 5, 14, 23. നമ്പേഴ്സ് 2, 11. യു ആർ സോ മിസ്റ്റീരിയസ്. നിങ്ങൾ വളരെ എന്താ പറയുക, നിങ്ങളുടെ ഫീലിങ്സ് അങ്ങനെ തുറന്ന് എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളായിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ഫീലിങ്സിനെ പറ്റി അവർ കൺഫ്യൂസ്ഡ് ആണ് എന്ന് പറയുന്നു. ഐ വാസ് മാനിപ്പുലേറ്റിംഗ് യു. നിങ്ങളുടെ അടുത്ത് ഇഷ്ടം ഇല്ല എന്നുള്ള രീതിയിൽ അവർ പെരുമാറി കാണും കേട്ടോ. നമ്പേഴ്സ് 1, 10. യു ഡിസേർവ് എ ബെറ്റർ പേഴ്സൺ ദെൻ മീ. അതുകൊണ്ടാണ് നിങ്ങൾ മാറിപ്പോന്നെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവർ മാനിപ്പുലേറ്റ് ചെയ്ത് പെരുമാറിയിരിക്കുന്നത് കേട്ടോ. പൈസിസ്, മീനരാശി. ഡിവൈൻ ടൈമിങ്, ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം ശരിയാകുമെന്ന് അവർ കരുതുന്നു. ടോറസ്, ഇടവം, വൃഷഭരാശി. യു ആർ ദ വൺ ഫോർ മീ. നിങ്ങളാണ് അവർക്കുള്ള വ്യക്തി എന്നവർ പറയുന്നു. നമ്പർ 7, 16, 25. ജെമിനി, മിഥുന രാശി. ഐ ഹാവ് ലോസ്റ്റ് മൈ പീസ് ഓഫ് മൈൻഡ്. അവരുടെ മനസമാധാനമാകെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ്. യു ഹാവ് ലൈറ്റ് ടു മീ, അതാണ് നിങ്ങൾ എന്തോ അവരുടെ അടുത്ത് മറച്ചു വെച്ചു എന്ന് പറയുകയാണ് കേട്ടോ. ഗുഡ് ന്യൂസ് ഈസ് കമ്മിങ്, എന്തോ നല്ല വർത്തമാനം വരുന്നുണ്ട് അത്രേ. ഐ കാൻ സ്ലീപ്പ് അറ്റ് നൈറ്റ്, ഓവർ തിങ്കിങ്. രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല, ഓവർ തിങ്കിങ് ആണ്. ഡോണ്ട് ബി ആംഗ്രി വിത്ത് മീ, ഐ എം ഹെൽപ്ലെസ്. അവരോട് ദേഷ്യപ്പെടല്ലേ എന്ന് പറയുകയാണേ. പ്ലീസ് ഡോണ്ട് വറി അബൌട്ട് മീ, അവരെക്കുറിച്ച് വറി ചെയ്യല്ലേ എന്ന് പറയുന്നു. പാസ്റ്റ് ലൈഫ് കണക്ഷൻ,
ഐ ഫീൽ ലൈക്ക് വി ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. എന്തായിരുന്നു നമ്മുടെ റീഡിങ് അല്ലേ? പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ റീഡിംഗ് ആണ് ഇന്ന്. ഐ വോണ്ട് ടു കം ഇൻ ടു ബാലൻസ് വിത്ത് യു, ടെമ്പറൻസിൻ്റെ എനർജി കേട്ടോ. ബാലൻസ് ചെയ്ത് നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അവർ പറയുന്നത്. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. നമ്പേഴ്സ് 9, 18, 27, നമ്പർ 6, 15, 24. ഐ തിങ്ക് അബൌട്ട് യു ഓൾ ദ ടൈം. നിങ്ങളെക്കുറിച്ച് തന്നെയാണ് അവർ ഏത് നേരവും ചിന്തിക്കുന്നത്. ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആയതുകൊണ്ടാണ് അവർക്കൊന്നും തുറന്ന് പറയാൻ സാധിക്കാത്തത് കേട്ടോ. ഐ റെസ്പെക്ട് യു ഇമ്മൻസ്ലി. നിങ്ങളെ പ്രതി അവർക്ക് ഭയങ്കര വലിയ റെസ്പെക്റ്റുമാണ്. ഏഞ്ചൽ ബ്ലെസ്സിങ്സ്. ആദ്യത്തെ കാർഡ് എന്തായിരുന്നു? കിങ് ഓഫ് വോൺസ് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ. ഏഞ്ചൽ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് അവർ കരുതുന്നുണ്ട്. മെസ്സേജ് മീ, കോൾ മീ. ഓക്കെ. മാനിഫെസ്റ്റിംഗ് യു. നിങ്ങളെ പറ്റി തന്നെ ചിന്തിക്കുകയാണ് തുടർച്ചയായിട്ട്. ഐ മിസ് യു. അതും വന്നിരുന്നു അല്ലേ നമ്മുടെ റീഡിങ്ങിൽ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ റീഡിങ്ങുമായിട്ട് അവരുടെ മെസ്സേജസ് എപ്പോഴും തന്നെ റെസനേറ്റ് ആവാറുണ്ട്. ഈ ചാനലിൻ്റെ മെസ്സേജസ് എടുക്കുമ്പോൾ ഇവ കറക്റ്റായിട്ടല്ലേ വന്നേ? അല്ല നിങ്ങൾക്ക് എന്നാ തോന്നിയില്ലേ? അതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ റീഡിങ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവരെ കോൺടാക്ട് ചെയ്തോളൂ, തീർച്ചയായും ചെയ്തു തരുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു. ബൈ.